കഴിഞ്ഞ ആഴ്ച കൊണ്ടോട്ടിയിൽ 3 നില കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എടപ്പാൾ സ്വദേശി മരണത്തിന് കീഴടങ്ങി. കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ താമസിച്ചിരുന്നയാളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. കൊണ്ടോട്ടി ചുങ്കത്തെ 3 നില കെട്ടിടത്തിനാണ് കഴിഞ്ഞ ആഴ്ച തീപിടിച്ചത്. കെട്ടിടത്തിലെ ഒരു മൊബൈൽ ആക്സസറീസ് കടയിൽ നിന്ന് തീ പടർന്നത് കണ്ട നാട്ടുകാരാണ് വിവരം പുറത്തറിയിച്ചത്. നിമിഷങ്ങൾക്കകം കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തീ വിഴുങ്ങുകയായിരുന്നു. താഴത്തെ നിലകളിൽ തീ പടർന്നതോടെ മുകളിലേക്കിറങ്ങാൻ വഴിയില്ലാതെ 3-ാം നിലയിൽ ഇയാൾ അകപ്പെടുകയായിരുന്നു. കനത്ത പുകയും ചൂടും കാരണം പുറത്തേക്ക് വരാനാകാതെ ഇയാൾ ജലനാഴികൾക്കിടയിലൂടെ രക്ഷക്കായി കൈനീട്ടിയപ്പോഴാണ് അകത്തൊരാൾ കുടുങ്ങിക്കിടക്കുന്ന വിവരം പുറത്തുള്ളവർ അറിയുന്നത്. തുടർന്ന് അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസും നാട്ടുകാരും ചേർന്ന് ജീവൻ പണയം വെച്ചുള്ള അതിസാഹസികമായ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. ചൂടും പുകയും കാരണം അടുത്തേക്ക് പോകാൻ പോലും പ്രയാസമായിരുന്ന സാഹചര്യത്തിൽ 3-ാം നിലയിലേക്ക് വലിഞ്ഞുകയറി ജനലഴികൾ മുറിച്ചുമാറ്റിയാണ് ഇദ്ദേഹത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ പുറത്തെത്തിച്ചത്. മലപ്പുറം യൂണിറ്റിന് പുറമെ മഞ്ചേരി, തിരുവാലി, മീഞ്ചന്ത, മാവൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്നുമുള്ള പ്രത്യേക സേനാംഗങ്ങളും ഉൾപ്പെടെ 40ഓളം വരുന്ന അഗ്നിരക്ഷാ പ്രവർത്തകർ മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ നിരവധി നാട്ടുകാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.